അൽഫോൺസാമ്മ സിസ്റ്ററാ. എന്നാ തരുന്നേ? എന്റെ പേന ഇവിടെ കളഞ്ഞു പോയി. അയ്യോ, ഞങ്ങൾ ഇവിടെ നോക്കാം. എവിടാ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ കൂടുതൽ വെളിച്ചെടുത്തപ്പോ തപ്പിക്കോളാം. അതിന് പേന പോയത് ഇവിടെ അല്ലേ സിസ്റ്ററെ? പക്ഷെ ഇവിടെ വെളിച്ചം കുറവാണല്ലോ. വെളിച്ചം കുറവാണെന്നോ? ഈ സിസ്റ്റർക്ക് എന്നെ വട്ടാണോ? ആയിരിക്കും. ഗുഡ് നൈറ്റ് സിസ്റ്റർ. വെരി ഗുഡ് നൈറ്റ്. എന്താ സിസ്റ്റർ മേലോട്ട് നോക്കി നിൽക്കുന്നത്? വാൽനക്ഷത്രം ഉണ്ടോന്ന് നോക്കിയതാ. ഈ സമയത്ത് വാൽനക്ഷത്രം കണ്ട സ്വർഗത്തിൽ പോകുന്ന റവറൻഡ് ഫാദർ കണ്ടിക്കണ്ടോണം പറഞ്ഞത്. അത് ഫാദർ ചിലപ്പോ വെറുതെ പറഞ്ഞായിരിക്കും. അയ്യോ, ഞാൻ എന്റെ സമയം വെറുതെ കളഞ്ഞേ. ഗുഡ് നൈറ്റ് സിസ്റ്റർ. ഗുഡ് നൈറ്റ്. ഞങ്ങള് വൈകുന്നേരം വെള്ളം ഒഴിച്ച സിസ്റ്റർ. അത് പിന്നെ എനിക്കറിയില്ലേ. ഗുഡ് നൈറ്റ്. ഗോ ടു സ്ലീപ്. ഗോ ടു സ്ലീപ്. ഗുഡ് നൈറ്റ്. ഒരു തവണ ഗുഡ് നൈറ്റ് പറഞ്ഞല്ലേ, പോയി കിടന്നൂടെ? ഈ പിശാച് ഏത് റൂമിലാണാവോ? ആരാത്? ഞാനാ, അൽഫോൺസാമ്മ സിസ്റ്ററാ. ഞാൻ മേലെ ഇടാൻ പോവാണല്ലോ സിസ്റ്റർ. ഓ, അതിനെന്താ, ഞാൻ കൂടി വരാം. എനിക്കിതൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളാന്നേ. അയ്യോ സിസ്റ്റർ അവിടെ നിന്നാ മതി, ഞാൻ പുറത്തേക്ക് വരാം. എനിക്ക് അങ്ങനെയൊന്നും ഇല്ലാട്ടോ. എന്താ സിസ്റ്റർ കാര്യം? അത് ഞാൻ പലതവണ ആലോചിച്ചു. എങ്ങനെ പറയണ്ടേന്ന് എനിക്കറിയില്ല. എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ സിസ്റ്റർ. ഐ ലവ് യു അന്ന. സിസ്റ്റർ എന്താ ഭാവികളെ പോലെ സംസാരിക്കുന്നത്? ഞാൻ ലവിന് അഡിക്റ്റായി പോയി അന്ന. സിസ്റ്റർ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കേൾക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. ഞാനുള്ളപ്പോൾ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്ന അന്ന? എന്താ പറ്റിയത്? ഇവിടെയല്ല, ഇവിടെയാണോ? അവിടെയാ. എവിടെ? അന്നയുടെ മുമ്പിലാണെന്ന് തോന്നുന്നു. അന്ന, എന്ത് പറ്റി? ഒന്നുമില്ല, എന്തോ കണ്ട് പേടിച്ചു പോയതാ. എവിടെ? ഇല്ല, ഒന്നുമില്ല മത, സ്വപ്നാണെന്ന് തോന്നുന്നു. ശബ്ദം കേട്ട് എല്ലാരും പേടിച്ചു പോയി. ഇത് സ്വപ്നമൊന്നുമല്ല. തിരുവസ്ത്രം കിട്ടുന്നതിന് മുമ്പ് ദർശനങ്ങൾ ഇനി പലതും ഉണ്ടാകാം. എന്റെ ഈശോയെ, കള്ളമാരിൽ നിന്നും ദുഷ്ടമാരിൽ നിന്നും എന്റെ ഈ കുഞ്ഞാടിനെ നീ കാത്തോണമേ. കർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് സമാധാനമായിട്ട് കിടന്നോളൂ. ഗുഡ് നൈറ്റ് അന്ന. ഗുഡ് നൈറ്റ്. അവര് പറഞ്ഞത് കേട്ടല്ലോ. ഭർത്താവിനെ മനസ്സിൽ ധ്യാനിച്ച് സമാധാനമായിട്ട് കിടന്നോളാൻ. ഭർത്താവെന്നല്ല, കർത്താവെന്നാ പറഞ്ഞത്. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, അന്നയ്ക്ക് എന്നെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ടല്ലേ യുദാസിനെ പോലെ എന്നെ ഒറ്റക്കൊടുക്കാഞ്ഞത്? ഇഷ്ടമായിട്ടൊന്നുമല്ല. ഒരു പുരുഷൻ എന്റെ മുറിയിൽ കണ്ടാൽ എനിക്കുണ്ടാകുന്ന ചീത്തപ്പേരിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അന്ന് ഞാൻ ഈ മരത്തിൽ നിന്ന് പുറത്താവും. അത് പേടിച്ചാ കാട്ടിക്കൊടുക്കാഞ്ഞത്. അതൊന്നുമല്ല, എനിക്കറിയാം നീ എങ്ങനെ ചെയ്യില്ലെന്ന്. എന്റെ പൊന്നന്ന, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ നിങ്ങളുടെ അന്നയല്ല, മഠത്തിൽ പഠിക്കുന്ന കുട്ടിയാണ്. എന്റെ സിസ്റ്റർ എന്ന് വിളിച്ചാൽ മതി. എങ്കിൽ എന്റെ പൊന്ന് സിസ്റ്ററെ ഞാൻ മദറാക്കും. അതെ, എന്റെ കുഞ്ഞുങ്ങളുടെ മദർ. നീ എനിക്ക് ദിവ്യ കഴിയില്ലെന്ന. ഐ ലവ് യു സോ മച്ച്, സോ മച്ച്. മാർഗരറ്റ് മാർക്കറ്റിൽ പോയിരിക്കാം. ഞാൻ അൽഫോൺസ് പേന ഇതുവരെ കിട്ടിയില്ല. എങ്ങനെ അവിടെ നടക്കോ? സിസ്റ്ററിന്റെ ശബ്ദത്തിനൊരു മാറ്റം. അയ്യോ, ഭയങ്കര ലവബിൾ വോയിസ് അല്ലേ? ഒന്ന് തന്നെ നോക്കട്ടെ. വേണ്ട.